സിൽവറിലേക്കും ഗോൾഡിലേക്കും നമുക്ക് രണ്ട് രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ട് പറ്റുന്നതാണ്. ETF വഴി ഡയറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്താം, അതേപോലെ മ്യൂച്വൽ ഫണ്ട് വഴി ഫണ്ട് ഓഫ് ഫണ്ട് വഴി നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ട് പറ്റുന്നതാണ്. അപ്പം ഏത് രീതിയിലാണ് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പറ്റുന്നത്, അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള മേജർ ആയിട്ടുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റുന്നത് ETF-ൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ നമ്മൾ ഈ ഡയറക്റ്റ്ലി സ്റ്റോക്ക് മാർക്കറ്റ് വഴിയാണ് ഇൻവെസ്റ്റ്മെന്റ് ഇതിലേക്ക് നടത്തുന്നത്. നോർമൽ നമ്മൾ സ്റ്റോക്കുകളിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ഒരു മെത്തേഡിലാണ് നമ്മൾ ETF-ലേക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. മ്യൂച്വൽ ഫണ്ടിന്റെ കേസ് നോക്കുമ്പോൾ ഇത് ഫണ്ട് ഹൗസിലേക്കാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പോകുന്നത്. അതായത് ഈ ഒരു ചേഞ്ചസ് നമ്മൾ ബൈ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ചേഞ്ചസ് ഉണ്ടാകുന്നത് ഒരു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. നമ്മൾ ETF-ലേക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ നമുക്ക് ലൈവിൽ അതിൻ്റെ അകത്ത് ചേഞ്ച് കാണാനായിട്ട് പറ്റും. മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നവരെ ഇത് ലൈവ് മാർക്കറ്റിൽ ചേഞ്ചസ് നടന്നുകൊണ്ടിരിക്കും. അപ്പം ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും നമുക്ക് ETF-ൽ കുറച്ച് കുറവായിട്ടാണ് കാണാനായിട്ട് പറ്റുന്നത്. എന്നാലും എല്ലാ ETF-ലും ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റില്ല. മ്യൂച്വൽ ഫണ്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പല ETF-ലും നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതിൻ്റെ സെയിം പ്രൊവൈഡ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് നോക്കുമ്പോൾ എക്സ്പെൻസ് റേഷ്യോ കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് എക്സാമ്പിൾ എടുത്ത് നോക്കാനായിട്ട് പറ്റുന്നതാണ്. ഇപ്പോൾ ലിക്വിഡിറ്റിയുടെ കേസ് നോക്കുമ്പോൾ ETF നമുക്ക് മാർക്കറ്റ് അവേഴ്സിൽ സിമ്പിളായിട്ട് സെല്ല് ചെയ്ത് മാറ്റാൻ പറ്റും. അതായത് ഡേ ട്രേഡ് ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഷോർട്ട് ടൈമിലൊക്കെ എൻട്രി എടുക്കുന്നവരാണെങ്കിലും ഇപ്പോൾ ഇന്ന് വാങ്ങിയിട്ട് നാളത്തേക്ക് സെല്ല് ചെയ്യണം എന്നുള്ളവർക്കെല്ലാം സിമ്പിളായിട്ട് ETF-ൻ്റെ അകത്ത് ആ ഒരു ട്രേഡിംഗ് നടത്താനായിട്ട് പറ്റുന്നതാണ്. മ്യൂച്വൽ ഫണ്ടിൽ പക്ഷേ അത് ലിമിറ്റഡ് ആണ്. ആ ഒരു പ്രോസസ്സ് കഴിയാനായിട്ട് കുറച്ച് ടൈം എടുക്കും. നമ്മളിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ നാളെ ആയിരിക്കും അത് റിഫ്ലക്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിലേക്ക് വരിക. അതേപോലെ നമ്മൾ സെല്ല് ചെയ്ത് കഴിഞ്ഞാലും അത് ഒരു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ആ ഒരു പ്രോസസ്സ് നടക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പിന്നെ ലോക്ക് ഇൻ പീരീഡിൻ്റെ കേസ് നോക്കുമ്പോൾ ETF-ൻ്റെ അകത്ത് യാതൊരു രീതിയിലുള്ള ലോക്ക് ഇൻ പീരീഡും വരുന്നില്ല. അതായത് എക്സിറ്റ് ആവാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ചാർജസ് ഒന്നും കൊടുക്കേണ്ടി വരില്ല. എന്നാൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ കേസിൽ നമ്മൾ എക്സിറ്റ് ആവാനായിട്ട് അതിന് പ്രത്യേകം എക്സിറ്റ് ലോഡ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് നിപ്പോൺ ഇന്ത്യയുടെ ETF ആണ്, സിൽവർ ETF ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അത് നോക്കിയാൽ നിങ്ങൾക്ക് എക്സ്പെൻസ് റേഷ്യോ കാണാനായിട്ട് പറ്റും. എക്സ്പെൻസ് റേഷ്യോ ഇവിടെ കാണുന്നത് 0.56% ആണ്. അതായത് ആനുവലി നമ്മൾ ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ 0.56% നമ്മളവിടെ എക്സ്പെൻസ് റേഷ്യോ ആയിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇതിൻ്റെ തന്നെ മ്യൂച്വൽ ഫണ്ട് ഇപ്പോൾ എടുക്കാനായിട്ട് പോവുകയാണ്. മ്യൂച്വൽ ഫണ്ട് എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന അതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ 0.27% മാത്രമാണുള്ളത്. പക്ഷേ ഇതിൻ്റെ അകത്ത് മറ്റൊരു കാര്യം വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് എക്സിറ്റ് ലോഡ് വരുന്നുണ്ട്. 15 ദിവസത്തിനുള്ളിലായിട്ട് നമ്മൾ എക്സിറ്റ് ആവുകയാണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ 1% നമ്മളവിടെ എക്സിറ്റ് ലോഡായിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ETF-ൻ്റെ അകത്ത് ഈ ഒരു കാര്യം നമുക്ക് വരുന്നില്ല. നമുക്ക് ഇന്ന് വാങ്ങിയിട്ട് ഇന്ന് തന്നെ വിൽക്കാം. അതിന് പ്രത്യേകിച്ച് ചാർജസ് ഒന്നും നമ്മൾ കൊടുക്കേണ്ടി വരുന്നില്ല. അപ്പോൾ നിങ്ങളൊരു ഷോർട്ട് ടൈം വ്യൂ ആണ് നോക്കുന്നത്, വലിയ ലോങ് ടൈം വ്യൂ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയത് ഡയറക്റ്റ് ETF-ലേക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതാണ്. അല്ലാതെ നിങ്ങൾ ലോങ് ടൈമിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഫണ്ട് ഓഫ് ഫണ്ടുകൾ സെലക്ട് ചെയ്യാനായിട്ടും പറ്റുന്നതാണ്.